നമസ്കാരം. ഇന്നത്തെ ന്യൂസാണ് കേട്ടോ. ബാലരാമപുരം പുന്നമ്മൂട് സ്കൂളിൽ പെപ്പർ സ്പ്രേ ഉപയോഗത്തിനുകൊണ്ട് ഒരു 10 പേര് ആശുപത്രിയിലാണ് കേട്ടോ. ഇറങ്ങി മിക്ക സാറുമാരും വണ്ടി എടുത്തുകൊണ്ട് കുറെ പിള്ളേർ വെച്ചിട്ടുണ്ട്. അപ്പുറത്തെ പിള്ളേർ ഓടി വന്ന് ആ ക്ലാസ്സിലുള്ള പിള്ളേർ ഓടി ഇറങ്ങിയില്ലേ. പെട്ടെന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും എൻ്റെ കൂടെ കുറച്ച് സാറുമാരും വന്ന് അവരും വന്ന് ബാഗ് ചെക്ക് ചെയ്താൽ അപ്പം അവർക്ക് വേറെ കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. പിന്നെ നേരെ താഴെ പോയി താഴെ വന്ന് എല്ലാ പിള്ളേരും പിന്നെ രണ്ടാമത് ആ ക്ലാസ്സിലുള്ള കുട്ടി കയറിയപ്പോൾ ആ കുട്ടിക്കും ശ്വാസം മുട്ടൽ വന്നുകൊണ്ട് നേരെ പിന്നെ അവർ എല്ലാവരും ബാക്കി അവിടെ 2-3 ക്ലാസ്സുണ്ട് എല്ലാവരും താഴെ ഇറക്കി ഷട്ടറപ്പിച്ച് ബാക്കിയുള്ള കുട്ടികളെ അടുത്ത് തിരിച്ച് പിന്നെ പോലീസ് അതിനുമേ വന്നായിരുന്നു. എന്നിട്ട് കുറച്ച് കുട്ടികളെ കൊണ്ടുപോയി. പിന്നെ കുട്ടികൾക്ക് ഓരോ സമയം വൈകുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ശരിക്കും ബാലരാമപുരം അല്ല, നമ്മുടെ കല്ലുമൂട് ആ ഭാഗത്താണ്. ബാലരാമപുരത്തിൽ നിന്ന് ഒരു 6 കിലോമീറ്ററാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുട്ടിക്ക് വഴിയിൽ കിടന്ന ഒരു സ്പ്രേ ബോട്ടിൽ കിട്ടുകയും അത് സ്കൂളിൽ കൊണ്ടുവന്ന് പ്രയോഗിക്കുകയും അതിൻ്റെ മുഖാന്തരം ഇങ്ങനെ ടീച്ചർ ഉൾപ്പെടെ 10 പേര് ആശുപത്രിയിലാവുകയാണ് ചെയ്തത്. ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുഞ്ഞിന് എങ്ങനെ കിട്ടി ഈ പെപ്പർ സ്പ്രേ. 2, അത് എടുത്ത് എന്തിനാണ് ഈ റോട്ടിൽ കിടന്ന സാധനം എടുത്തുകൊണ്ട് സ്കൂളിലോട്ട് വന്നത്. 3, സ്കൂളിൽ കൊണ്ട് എന്തിനാണ് അത് പ്രയോഗിച്ചത്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിലപിടിപ്പുള്ള വസ്തു കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കൂളിൽ അധികൃതരെയോ അല്ലെന്നുണ്ടെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കാം. ഈ കുഞ്ഞ് ചെയ്തത് മൊത്തം തെറ്റ് തന്നെയാണ്. കാരണം അത് എടുത്തുകൊണ്ട് വന്നത് തെറ്റ്, പിന്നെ സ്കൂളിൽ ഒന്ന് പ്രയോഗിച്ചത് തെറ്റ്. അപ്പം ഇതിനൊന്നും ആക്ഷൻ എടുക്കാൻ ആരുമില്ലേ? സ്കൂളിൽ കൊണ്ടുവന്ന് ടീച്ചറിന്റെ കയ്യിൽ കൊടുക്കാം. അല്ലെങ്കിൽ എടുത്തത് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള തെറ്റ്. ഇപ്പം വന്നിട്ട് ഒരു കൊച്ചിന് നല്ല കുറച്ച് ഒരു പ്രശ്നത്തിലാണ്. കാരണം ആസ്മ ഉള്ള കൊച്ചിനാണ് ഇത് വന്നിട്ട് ഒന്ന് നല്ല എഫക്റ്റ് ആയിരിക്കണം. 10 പേര് ഇവര് വന്ന് സ്കൂളിൽ കൊണ്ടുവന്നിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ തന്നെ ക്ലാസ് ടീച്ചറാണെന്ന് പറഞ്ഞാൽ അടുത്ത ക്ലാസ്സിലെ ടീച്ചർ, ക്ലാസ്സിലുണ്ടായിരുന്ന പിള്ളേർക്ക്, പിന്നെ ഇവർ ക്ലാസ്സിൽ നിന്ന് വെളിയിലാക്കിയിട്ടാണ് ഇതിനൊരു പ്രശ്നം. ഇതിന് ക്ലാസ്സിൽ നിന്ന് വെളിയിലായതും പിള്ളേർക്ക് തലകറക്കോ വൊമിറ്റിങ്ങോ ഒക്കെ വന്നിട്ടുണ്ടെന്നാണ് നമ്മൾ വീഡിയോയിൽ കണ്ടിട്ടുള്ളത്. തന്നെ ഈ വാർത്ത കിട്ടിയത് നമുക്ക് അങ്ങനെയാണ്. അപ്പം വഴിയിൽ കിടക്കുന്ന ഒരു വസ്തുവും നമ്മൾ അത് എടുക്കരുത്. നമുക്ക് ആവശ്യമില്ലാത്ത വസ്തുവാണ്. ഈ സ്പ്രേ ബോട്ടിൽ നമുക്ക് വാങ്ങിച്ചാൽ കിട്ടാത്ത സാധനമല്ല. ഈ സ്പ്രേ ബോട്ടിൽ വഴി കിടന്ന് എടുത്ത തെറ്റ് തന്നെയാണ്. അപ്പം വീഡിയോ കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഈ പിള്ളേരുടെ ശ്രദ്ധയ്ക്കും, റോട്ടിൽ കിടന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തന്നെ ആവട്ടെ ഒന്നും തന്നെ എടുക്കാൻ എടുക്കരുത്. കാരണം അത് നിങ്ങളുടെ ജീവന് തന്നെ ആപത്തായിട്ടുള്ള എന്തെങ്കിലും വസ്തു ആയിരിക്കാം. ആരെങ്കിലും തന്നു, എടുത്തു, ചെയ്തു, അതൊരു മുട്ടാപ്പോക്ക് ന്യായം മാത്രമാണ്. ഓക്കെ, അപ്പം റോട്ടിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഒരു വസ്തുവും വന്ന് എടുക്കരുത്. അത് എടുത്തുകൊണ്ട് നമ്മുടെ സ്കൂളിൽ അത് എടുത്താൽ തന്നെ സ്കൂൾ അധികൃതരെ കൊടുക്കാൻ വേണ്ടി മാത്രമേ ചെയ്യാവൂ. ഓക്കെ, അടുത്ത ന്യൂസിൽ വീണ്ടും കാണാം. ബൈ.